Hey everyone, it's me Anamika. Welcome back to my YouTube channel. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മീഷോയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സാധനം തന്നെയാണോ ഡെലിവർ ആവുക, നല്ല ഇതുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, കറക്റ്റ് സാധനം തന്നെ കിട്ടുമോ എന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അൺബോക്സ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചതിൽ അടിപൊളി സാധനം തന്നെ എനിക്ക് കിട്ടിയത്. വേറെ ഒന്നുമല്ല, ഒരു ബുക്ക് ഹോൾഡറാണ് ഗൈസ്. എൻ്റെ ഇവിടെ ടേബിളിൽ ഒരുപാട് ബുക്സ്, അത് എത്ര അടുക്കി വെച്ചാലും എപ്പോഴും അതിങ്ങനെ ഞാൻ റീഡ് ചെയ്യുന്ന ബുക്സ്, ഞാൻ വായിക്കുന്ന കോമിക്സ് ആയിട്ടുള്ള ബുക്സുകളും അതേപോലെ തന്നെ സ്കൂളിലേക്കുള്ള നോട്ട്ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ ഉണ്ട്. ലെക്ചർ നോട്ട്സ് എഴുതുന്ന നോട്ടുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വളരെയധികം ഇതായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഓർഡർ ചെയ്യാം. കാരണം എത്ര അടുക്കിയാലും അവിടെ ഭയങ്കര ഇതായിട്ട് കിടക്കുകയാണ്. കാർഡ്ബോർഡൊക്കെ വെച്ച് ഞാൻ ബുക്ക് ഓർഗനൈസറൊക്കെ ഞാൻ ഉണ്ടാക്കി, എന്നിട്ടും ആകെ മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് ആ സൈഡിൽ കാണുന്നുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർഡർ ചെയ്തു. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്ര അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാ കണ്ടോ ഗൈസ്, ഇതൊരു സ്റ്റീലിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാം. അതായത് കുറവ് ബുക്കേ ഉള്ളൂ വെച്ചാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, കൂടുതൽ ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. 3 കമ്പാർട്ട്മെൻറ്റാണ് ഇതിനകത്ത് വരുന്നത്. ഞാനിതിപ്പം ഇങ്ങനെ വലിച്ച് കാണിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, വളരെയധികം സ്പേസ് ഉണ്ട്. എത്ര വേണേലും ഓൾമോസ്റ്റ് ഇത്ര വരെ മാക്സിമം, ഇനി ചെയ്യാം, കുറച്ചുകൂടി ചെയ്യാം, അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇതാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ഇങ്ങനെയും വെക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ബുക്കേ ഉള്ളൂ വെച്ചാൽ ഇങ്ങനെ ആക്കിയിട്ട് വെക്കാം. അല്ല, അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ബുക്ക് സ്റ്റാൻഡാണ്. ഈ ഒരു ബുക്ക് സ്റ്റാൻഡ് പല പല കളറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 413 റുപ്പീസ് ആയിരുന്നു ഇതിനായിട്ടുണ്ടായിരുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇവിടെ അലമ്പായി കിടക്കുന്ന ഈ ഒരു ബുക്കുകൾ, അവിടെ ആ ഡെസ്കിലുള്ള ബുക്കുകളും പിന്നെ ഓർഗനൈസറിൽ നമ്മൾ വെച്ചിട്ടുള്ള കുറേ ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുറേ പേപ്പേഴ്സും ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അടുക്കി ഒതുക്കി ഈ ഒരു ബുക്ക് സ്റ്റാൻഡിലോട്ട് എത്തിക്കുക, നല്ല വൃത്തിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഡെസ്കിൽ ഇരിക്കുന്നുണ്ടായിരുന്ന കുറച്ച് ബുക്സ് എല്ലാം എടുത്ത് ഞാൻ നമ്മുടെ മെയിൻ ഡെസ്കിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഇതിനകത്ത് മൊത്തമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അവിടെ ഒന്ന് നീറ്റാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം അതിനകത്തേക്ക് ബുക്സൊക്കെ വെച്ച് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 424 എങ്ങാണ്ടാണ് തോന്നുന്നു. അത് പിന്നെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഓൺലി റോങ് റിട്ടേൺസോ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോഴത്തേനുമാണ് എനിക്കൊരു ഓഫറിൽ 413 റുപ്പീസിന് ഇത് കിട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ. എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. കാരണം അത്രയും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഏറ്റവും ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എത്ര ബുക്സ് വേണമെങ്കിലും ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. കുറവാണെങ്കിൽ അങ്ങനെ ഇച്ചിരി ബുക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് അത്ര മാത്രം ആക്കിയിട്ട് വെക്കാം. അല്ല, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വലിച്ച് നീട്ടി അതിനകത്ത് എത്ര ബുക്സ് വേണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.